നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് പത്മ പറഞ്ഞു, ദേ ആ നന്ദു എന്ന് പറയുന്നവളെങ്ങാനോ നിന്റെ മനസ്സിലെങ്കിലുണ്ടല്ലോ, അത് ഈ ജന്മത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവീനൊന്ന് നോക്കി പത്മത്തെ. ശരിക്കും അമ്മ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് നന്നായി. കാരണം നന്ദു അനിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അല്ലെങ്കിൽ താൻ എന്ത് ചെയ്തേനോ എന്നൊരു ചിന്തയായിരുന്നു. എന്താടാ നീ നോക്കുന്നേ? ഒന്നും മിണ്ടാത്ത എന്താന്ന് ചോദിച്ചു. നവീനൊന്നും മിണ്ടാതെ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്ക് സഹദേവൻ വക്കീൽ പറഞ്ഞു, ദേ കുഞ്ഞിന്റെ മനസ്സിൽ ആ പെങ്കൊച്ച് തന്നെയാന്ന് തോന്നുന്നത്, അതുകൊണ്ടാ ഒന്നും പറയാതെ പോയത്. മൂർത്തി അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറയും പത്മ, ഇനിയിപ്പൊ അവളാണെങ്കിൽ തന്നെ എന്താ, അവളാണെങ്കിൽ എന്താന്നോ അച്ഛനിത് എന്താ പറയണേ? നരസിംഹ വക്കീൽ പറഞ്ഞു, അല്ല പത്മ, അവന്റെ മനസ്സിൽ ഏതെങ്കിലും പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കുകയല്ലേ ചെയ്യുന്നേ, പിന്നെ അച്ഛനിത് പറയാം. ആ നന്ദു എന്ന് പറയുന്നവളാണെങ്കിലേ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അവളുടെ അമ്മയുണ്ടല്ലോ, അവളുടെ അമ്മ നോക്കി നടക്കുന്ന ഏതെങ്കിലും ഒരു കോടീശന്റെ വീട്ടിലേക്ക് മോളെ കെട്ടിച്ചു വിടാനായിട്ടാ. അതുകൊണ്ടാണല്ലോ ബാക്കി രണ്ടുപേരും അനന്തപുരി കയറിയത്. ഇത് അതുപോലെയൊക്കെ തന്നെയാ. പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് നോക്കും, വലിയ ആഡംബര കാറിലാണോ വന്നിരിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കും. അത് കേട്ട നരസിംഹ വക്കീൽ പറഞ്ഞു, അതൊക്കെ മാറി പത്മേ. മൂർത്തി പറഞ്ഞായിരുന്നല്ലോ അതിനൊക്കെ ഒരു മാറ്റം വന്നെന്ന്. ഇപ്പൊ അവര് പഴയ സ്വഭാവമൊന്നും അല്ലെന്ന്. പിന്നെ എത്രയാന്ന് പറഞ്ഞാലും അടിസ്ഥാന സ്വഭാവം ഒന്നും മാറാൻ പോകുന്നില്ല അച്ഛാ, അതങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് അവന്റെ മനസ്സിൽ അവളാണെങ്കിൽ ഈ ബന്ധം നടക്കാനും പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് പത്മ അങ്ങോട്ട് കയറിപ്പോയി. അതേസമയം മുറിയിലേക്ക് വന്നിട്ട് നവീൻ ഒന്ന് ആലോചിച്ചു. കണ്ണാടിയിലേക്ക് നോക്കി കഴിഞ്ഞപ്പോ തന്റെ മനസാക്ഷി തന്നോട് തന്നെ സംസാരിക്കുന്നവൾ തോന്നി. നീ തോറ്റുപോയല്ലേ, അനി നന്ദു തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം നീ അറിഞ്ഞില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നേ അതിങ്ങനെയായിപ്പോയി. അല്ല, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? രണ്ടുപേരും മറച്ചു വെച്ചു. അപ്പൊ ഒരു പണി കൊടുക്കണ്ടേ രണ്ടുപേർക്കൂടെ? ആലോചിച്ചു. ശരിയാ, അനി തന്റെ ആത്മാർത്ഥ സുഹൃത്തായിട്ടും തന്നോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അവരുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് രണ്ടുപേരെ ഒന്ന് വേദനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വട്ടം കറക്കണം. എന്താണെങ്കിലും അവരുടെ കല്യാണം നടക്കണം. അവര് തമ്മിൽ പ്രണയത്തിലാണല്ലോ. പിന്നെ അവരുടെ കല്യാണം നടത്താൻ കുറെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് വട്ടം കറക്കിയിട്ട് വേണം അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട്. എന്തൊക്കെ വന്നാലും ആ തടസ്സങ്ങളൊക്കെ നീക്കി അവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാനായിട്ട് നവീൻ തീരുമാനിച്ചു. എന്തോ അവർ തമ്മിൽ ഇഷ്ടത്തിലാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ നവീൻ ഒഴിഞ്ഞു മാറിപ്പോവാനാ ശ്രമിച്ചേ. ഇനിയിപ്പോ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നിട്ട് കാര്യമില്ല. താന് ഒരു കാരണവശാലും അവരെ ശല്യപ്പെടുത്തില്ലെന്ന് നവീന് മനസ്സിലായി. എന്താണെങ്കിലും അമ്മയെ എതിർത്തുകൊണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. ഇനിയിപ്പം കനകാന്റിയുടെ വീട്ടിൽ പറയാലോ, അമ്മ സമ്മതിക്കുന്നില്ല ഈ ബന്ധത്തിൽ നിന്ന്. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വിഷമവും കാര്യങ്ങളൊന്നും നവീനപ്പം തോന്നിയില്ല. ഇതേ സമയത്ത് നയന ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആദർശം കൂടി എന്നിട്ട് എന്താ ഭയങ്കര ആലോചന? ഒന്നുമില്ല ആദർശേട്ടാന്ന് പറഞ്ഞു. അല്ല, മുത്തശ്ശനോട് സംസാരിച്ചോ? എവിടുന്ന്? മുത്തശ്ശനോട് നാഗേന്ദ്രന്റെ കാര്യം പറയാൻ പോയിട്ട് മുത്തശ്ശൻ അത് കേൾക്കാനൊന്നും താല്പര്യപ്പെടുന്നില്ല. അല്ല, ഇതിനു മുമ്പ് ശങ്കരനങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോയിട്ട് മുത്തശ്ശനാണെങ്കിൽ ഒന്നും കേട്ടില്ലല്ലോ. നാഗേന്ദ്രന്റെ പേര് കേൾക്കുന്ന പോലും മുത്തശ്ശൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് നയന പറഞ്ഞു, അതുകൊണ്ടാണല്ലോ അപ്പച്ചി ഇപ്പോഴും ഇവിടെ സുഖമായിട്ട് കഴിയണത്. അല്ലായിരുന്നെങ്കിൽ അപ്പച്ചി എന്നെ അടിച്ചു പുറത്താക്കിയാനും മുത്തശ്ശന്. പക്ഷെ ഒരു കാര്യമുണ്ട് നയനെ, ഇനിയെങ്കിലും സത്യങ്ങളൊക്കെ മുത്തശ്ശൻ അറിയണം, അല്ലെങ്കിൽ ശരിയാകത്തില്ല. ഈ നാഗേന്ദ്രൻ എന്തുകൊണ്ടാ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നടക്കണേ? നമ്മുടെ കമ്പനിയെ തകർക്കാണ്ട് നടക്കണേ. നാഗേന്ദ്രന്റെ ഉള്ളിൽ പകയുണ്ട്. പക്ഷെ മുത്തശ്ശൻ ഇപ്പോഴും ആ സത്യങ്ങളൊന്നും അറിയത്തില്ലോ. അതങ്ങനെ പോയിട്ട് കാര്യമില്ല. പക വെച്ച് മനസ്സ് വെച്ച് നടന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നയന പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യ, പക്ഷെ മുത്തശ്ശനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചു. സംസാരിക്കണം. ആ അബിയുടെ സ്വഭാവം ഉണ്ടല്ലോ, അപ്പച്ചിയുടെ ശരിക്കുള്ള സ്വഭാവം കിട്ടിയിരിക്കുന്ന അബിക്കാണ്. എത്രയാന്ന് പറഞ്ഞാലും ഒന്നും തലയിലേക്ക് കേറത്തുമില്ല അവന്റെ. എപ്പോഴും കുരുട്ടുബുദ്ധിയും ചിന്തകളും മാത്രം ഉള്ളെന്ന് പറഞ്ഞു. ആ സമയത്താണ് നയന പറയണേ, അല്ല, ഈ നാഗേന്ദ്രനും അബി എല്ലാരും കൂടെ കാരണമല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. നന്ദുവിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. അവന്തികയുടെ അനിയുടെയും പ്രശ്നം വന്നുകൊണ്ട് ആകെപ്പാടെ വീട്ടിലാണെങ്കിൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. നന്ദു പിണങ്ങിപ്പോയിട്ട് ഇതുവരെയായിട്ടും തിരിച്ചു കയറിയിട്ടില്ലെന്ന് ആദർശേട്ടാ പറഞ്ഞത്. വിളിച്ചിട്ടാണ് ഒട്ട് കോളും എടുക്കുന്നില്ല. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, ആഹാ, അത് കൊള്ളാലോ, അവള് എവിടെ പോയിരിക്കുമായിരിക്കും. എനിക്കറിയില്ല ആദർശേട്ടാ, വിളിച്ചാലൊന്ന് കോൾ വെത്തൂടെ അവൾക്ക്? അവൾ കോളും എടുക്കുന്നില്ല. പിന്നെ നവീന്റെ ആലോചന വന്നുകൊണ്ട് വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ, അച്ഛനും അമ്മയൊക്കെ എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെയാണ്, ഞാൻ നവീനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നവീനെ വിളിക്കുവാണ്. നവീനെ വിളിച്ച് നവീൻ ചോദിച്ചു, ആദർശേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെ, വിശേഷങ്ങൾ അവിടെയല്ലേ, ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു.
പെട്ടെന്ന് നവീൻ എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ല. ഞാൻ നയനയുടെ കയ്യിൽ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നയന ഫോൺ വാങ്ങിയിട്ട് പറഞ്ഞു, നിന്റെ മനസ്സിൽ നന്ദു ആണെങ്കിൽ അത് നേരത്തെ പറയാൻ മേലായിരുന്നോ നവീനെ? അത് പിന്നെ നയനേച്ചി വേണ്ട, എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് വിവാഹം നടത്താനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ നന്ദുവിനെ എങ്ങനെ നീ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. പെട്ടെന്ന് നവീൻ പറഞ്ഞു, ഇല്ല. അല്ല, നന്ദു വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിക്കുക. അച്ഛനും അമ്മയും വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല. അപ്പം നീയും അവളും തമ്മിൽ ഇടയ്ക്ക് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ടാണ് നിന്നോട് ചോദിച്ചതെന്ന് പറഞ്ഞു. നവീന് പറയാൻ പറ്റില്ലല്ലോ അനിയുമായിട്ട് ബീച്ചിലിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. പിന്നീട് നയന പറഞ്ഞു, അവളെങ്ങാനും വിളിക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണം, വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞേക്കണം എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യുന്നേ. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയന ആദർശനോട് പറഞ്ഞു, ആദർശേട്ടാ എത്രയും പെട്ടെന്ന് തന്നെ നന്ദുവിന്റെ നവീന്റെ വിവാഹം നടത്തണം, അതിനിപ്പം നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അത് ശരിയാ, ഞാനും അതിനെക്കുറിച്ച് ആലോചിക്കാതിരുന്നില്ല. നന്ദുവിന് എന്താണെങ്കിലും ഇഷ്ടക്കേടൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും വരത്തില്ല. ആ ആദർശേടൊന്ന് ആലോചിച്ച് നോക്ക്. നവീന്റെ എന്ത് കാരണത്താൽ അവൾ കുറ്റം പറയും? കുറ്റം പറയാൻ പാകത്തിന് ഒരു കാരണം അവനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ആ ഒരു കാര്യത്തില് നവീൻ പെർഫെക്റ്റ് ആന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു. ഇതേ സമയം നന്ദുവിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് കനയ്ക്കും ഗോവിന്ദനും ടെൻഷൻ ഉണ്ടായിരുന്നു. കന കുറഞ്ഞു, ഗോവിന്ദേട്ടാ നമ്മൾ പറഞ്ഞത് ഇത്തിരി കൂടിപ്പോയാ, അതുകൊണ്ടാണോ നന്ദു ഇങ്ങോട്ടേക്ക് വിളിക്കാത്തെന്ന് ചോദിച്ചു. എനിക്കും തോന്നുന്നുണ്ട്, അത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നാലും നന്ദു എത്രയും പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു. നവീന്റെ കാര്യം നന്ദുവിനോട് പറയായിരുന്നു പറഞ്ഞു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ. ഒന്ന് ആലോചിച്ച് നോക്കിയ കനകെ, നീ ആദ്യം കോടീശ്വരന്മാരുടെ വീട്ടിലേക്ക് മക്കളെ കെട്ടിച്ചയക്കാൻ തീരുമാനിച്ചു. പിന്നീട് നിന്റെ മനസ്സ് മാറി ഒന്നും വേണ്ട എന്നുള്ള സെറ്റപ്പ് നിൽക്കുമായിരുന്നു. അപ്പോഴേക്കും വീണ്ടും കണ്ടോ, നമ്മുടെ മക്കൾക്ക് നല്ല ആലോചനയല്ലേ വരുന്നേ. നവീന്റെ വീട്ടുകാർ അത്ര കോടീശ്വരന്മാരൊന്നും അല്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അനന്തപുരിക്കാരുടെ അത്രയും വരത്തില്ലെങ്കിലും നല്ല കുടുംബക്കാരവര്. അത് കേട്ടതും കനക പറഞ്ഞു, അത് ശരിയാ, നവീൻ പേരെടുത്ത വക്കീലും ആണല്ലോ. അതെ, നല്ല കുടുംബം. പിന്നെ പോരാത്തന്റെ അവന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ് താനും. നമ്മുടെ നന്ദുവിന് ചേരുന്ന ചെറുപ്പക്കാരനാ. ഇനിയിപ്പോ ചിലപ്പം ഈ പറയുന്ന നവീന്റെ അച്ഛൻ വന്നതിന് ശേഷമായിരിക്കും അവരാലോചനയായിട്ട് ഇങ്ങോട്ടേക്ക് പെൺവീട് കാണാനായിട്ടൊക്കെ വരത്തുള്ളായിരിക്കും അല്ലേ? കനക പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് അവരുടെ വിവാഹം നടന്നാൽ മതിയായിരുന്നു, എങ്കിലേ സമാധാനമാകത്തുള്ളൂ. അല്ല, ജാതകങ്ങളൊന്നും നോക്കിയില്ലല്ലോ, അതൊക്കെ നോക്കാൻ സമയമുണ്ടല്ലോ. അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, അവര് മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യട്ടെ, നമ്മൾ എന്താണെങ്കിലും അതിന് ധൃതി പിടിക്കണ്ടെന്ന് പറഞ്ഞു. അത് ശരിയാ ഗോവിന്ദേട്ടാ, എന്നാലും എന്റെ മനസ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കണം എന്ന് ആഗ്രഹം. നന്ദുവിന് ഇത്രയും നല്ലൊരു ബന്ധം കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. ഗോവിന്ദൻ പറഞ്ഞു, അത് ശരിയാ, നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ആലോചന വരാൻ കാരണം അത് ദൈവാനുഗ്രഹം കൊണ്ടാ എന്ന് പറഞ്ഞു. കനക പറഞ്ഞു, അതും ശരിയാ, നന്ദു ഒന്ന് വന്നാ മതിയായിരുന്നു, അവൾക്ക് നമ്മളോടുള്ള ദേഷ്യം മാറിയിട്ടില്ലാന്ന് തോന്നേ, അതുകൊണ്ടായിരിക്കും വരാത്തേന്ന് പറഞ്ഞു. ഇതേ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലായിരുന്നു നന്ദു. അനിയോട് പറഞ്ഞു, എടാ എനിക്ക് വീട്ടിലേക്ക് ചെല്ലാൻ പോലും തോന്നുന്നില്ല, എങ്ങനെ എന്താണെന്നറിയത്തില്ല, അച്ഛനും അമ്മയും കുറെ തവണ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ഗോവിന്ദന് മെസ്സേജ് ഇടുന്നത്. ദേ അച്ഛന്റെ മെസ്സേജാന്ന് പറഞ്ഞു. മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. മോളെ നന്ദു, നീ ഇതെവിടാ? അതെ, അച്ഛനും അമ്മ എന്തേലും പറഞ്ഞു പോയിട്ടുണ്ട്, നീ ക്ഷമിക്ക്, എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ടേക്ക് വാ. നവീൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, വന്ന കാര്യം എന്താ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, നിനക്കറിയാലോ. നീ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ പറഞ്ഞാണ്ട് മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിന് ഭയങ്കര ടെൻഷനായി. നന്ദു പറഞ്ഞു, ഇപ്പൊ പൂർത്തിയായല്ല, ഇതിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇനി എങ്ങനെയാടാ വീട്ടിലേക്ക് പോന്നേ, ഉള്ള സ്വസ്ഥത സമാധാനം പോയി. അപ്പോഴേക്കും അനി പറഞ്ഞു, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാന്ന് പറ, എനിക്കറിയത്തില്ല. നവീൻ എണ്ണ എനിക്ക് ഒഴിവാക്കാൻ പറയാനായിട്ട് ഒരു കാരണങ്ങളും ഇല്ല. അവരോട് എനിക്ക് എതിർത്ത് നിൽക്കാൻ പറ്റില്ല, വീട്ടുകാരോട്. അപ്പൊ അതിന്റെ ടെൻഷനിലാണ് ഞാൻ. ഒരു കാര്യം ചെയ്താലോ, ഞാൻ നവീനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ അനി നവീനെ വിളിക്കുവാണ്. എടാ നീ ഇതെവിടാ? ഞാൻ വീട്ടിലാന്ന് പറഞ്ഞു. അല്ല, നീ ഇന്ന് നന്ദുവിന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നോ? പോയായിരുന്നു. നന്ദുവിന്റെ വീട്ടിൽ മാത്രമല്ല, നന്ദുവിനെയും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. നിന്നോട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞപ്പോ അല്ലേ നിനക്ക് ഭയങ്കര മടി. എന്റെ ഇഷ്ടം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. പിന്നെ അവളുടെ വീട്ടിൽ പോയി ആലോചന നടത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വന്ന ഉടനെ കല്യാണം നടത്താനാ തീരുമാനം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനി ഒന്നും മിണ്ടിയില്ല. എന്താടാ നീ മിണ്ടാതെ? ഒന്നുമില്ല. എടാ, ഞാൻ കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ല. നിന്റെ പിന്നാലെ എത്ര വട്ടം നടന്ന അവളോട് ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല കേട്ടോ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പാർട്ടി ഒരുക്കുന്നുണ്ട്, എന്താണെങ്കിലും നിനക്ക് കൊണ്ട് ഞാനൊരു പാർട്ടി തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അനു പറഞ്ഞു, ശരി, എപ്പോഴാന്ന് നീ പറഞ്ഞാൽ മതി എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് കോള് കട്ട് ചെയ്തു. ഈ സമയം നവീൻ മനസ്സിൽ പറഞ്ഞു, എടാ നീ അവളും കൂടെ എന്നെ കുറെ വട്ടം ചുറ്റിച്ചല്ലേ, ഇത്തിരി ടെൻഷൻ അടിക്ക്, അതിനുശേഷം മാത്രം സന്തോഷിച്ചാൽ മതി രണ്ടുപേരെ ഞാൻ വട്ടം കറക്കും എന്നൊരു ചിന്തയായിരുന്നു നവീന്റെ മനസ്സിൽ. എന്നാലും രണ്ടുപേരുടെയും വിവാഹം നടത്തണം,
കുറച്ച് വട്ടം കറക്കിയിട്ട് മതി എന്നൊക്കെയും കൂടെ ഒരു ചിന്തയുണ്ടായിരുന്നു. ഫോൺ വിളിച്ചു വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ശേ എടാ ഇനി നവീനേട്ടൻ അപ്പം ഇനി പിന്മാറുന്ന ലക്ഷണമില്ലല്ലേ എന്ന് ചോദിച്ചു. ഇല്ല, ഇപ്പഴും എനിക്ക് നിന്നെ പരിചയപ്പെടുണ്ടായിരുന്നു തോന്നുന്നേ. അതെന്താടി? എന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ നവീന്റെ ആലോചന വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അവനെ കല്യാണം കഴിക്കാന്ന് ഓർത്താണോ? എടാ അതല്ലടാ. പിന്നെന്താ? അല്ല, നിനക്ക് ഇത്ര ബുദ്ധിയില്ലാതെ പോയല്ലോ. നവീനേട്ടൻ അങ്ങനെ ഒരു കാര്യം നിന്നോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നീ അതെന്നോട് പറയണ്ടായിരുന്നോ? നിന്നെ പരിചയപ്പെട്ടില്ലായിരുന്നു ഈ ടെൻഷൻ അടിക്കണ്ടായിരുന്നല്ലോ. അതോർത്ത് ഞാൻ പറഞ്ഞതാ. നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ, എത്രമാത്രം ടെൻഷൻ എനിക്കെന്നറിയാവോ? ഇപ്പോഴാണെങ്കിലും രാത്രി കിടന്ന് നല്ലവണ്ണം ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അനി പറഞ്ഞു, ഇതൊക്കെ തന്നെ എനിക്കും. ഇത്രയും ദിവസം അവന്തിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. എങ്ങനെയായിരിക്കും എങ്ങനെയാവുന്നൊക്കെ ഓർത്തിട്ട് അതൊന്ന് തലവേദന ഒഴിഞ്ഞു മാറിയതുള്ളൂ. എല്ലാവരുടെ മുന്നിൽ നിന്ന് ഞാൻ എന്താണെങ്കിലും എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നെ ഇപ്പോഴത്തെ ഏക ആശ്രയം ഇനിയിപ്പോൾ അവന്തികയുടെ കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് ആരും വരത്തില്ലെന്നാ. മുത്തശ്ശൻ്റെ സ്വഭാവം അറിയാലോ. കൊച്ചുമക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ ജീവിച്ച് കാണാനായിട്ടാ മുത്തശ്ശൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വിവാഹം കഴിക്കാൻ നമ്മളും ആഗ്രഹിക്കത്തില്ലല്ലോ. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെയാ. ഒരുപക്ഷെ വീട്ടുകാർ ഈ ബന്ധമായിട്ട് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നറിയില്ല. എടി, നീ നിന്റെ മനസ്സിലുള്ള തുറന്നു പറ. നിനക്ക് എന്നെ ഇഷ്ടമാന്ന് പറ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനായിട്ടാന്നും കൂടെ പറ. എനിക്കതൊക്കെ ഓർക്കും വല്ലാത്തൊരു ടെൻഷനാ. ഇതിപ്പം നിന്റെ അമ്മ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുകയാണ് പിന്നെ ഞാൻ ഒന്നും നോക്കത്തില്ല. നിന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. പക്ഷെ അവരൊന്നും സമ്മതിക്കണ്ടേന്ന് ചോദിച്ചു. അനി പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എനിക്കറിയില്ലടാ എന്ത് ചെയ്യണമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആണുങ്ങളെ പോലെ അല്ല പെണ്ണുങ്ങള്. നീ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കണം. കാരണം മനസ്സിലൊരു പുരുഷന് സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാറ്റി ചിന്തിക്കാനായിട്ട്. അപ്പോഴേക്കും ഇനി പറഞ്ഞു, അതുപോലൊക്കെ തന്നെ ആണുങ്ങളും. എൻ്റെ മനസ്സിൽ അന്ന് നീ കയറി കൂടിയതാ. അതിനുശേഷം ഇതുവരെ ആയിട്ട് അതിന് മാറ്റം വന്നിട്ടില്ല. വേറെ ആർക്കും ഞാൻ അവിടെ സ്ഥാനം കൊടുത്തിട്ടും ഇല്ലാന്ന് പറഞ്ഞു. നന്ദു പറഞ്ഞു, എന്തൊക്കെയാണല്ലോ ശരി. ഇനിയിപ്പം വിവാഹം നടത്തുകയെന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, എൻ്റെ മനസ്സിലും ജീവിതത്തിലും നീ മാത്രം ഉണ്ടായിരിക്കുള്ളൂ. നീ അല്ലാതെ വേറൊരു പുരുഷനും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നന്ദു എനിക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.